ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ലേൺ വിത്ത് ആര്യ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയ SCERT ചാപ്റ്ററുകളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ വരയ്ക്കാം വായിക്കാം എന്ന പാഠഭാഗമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗമാണ്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കണം. കുറച്ച് പനിയൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ PSCക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഓക്കെ, വരയ്ക്കാം വായിക്കാം. ഓക്കെ, പ്രധാന ദിക്കുകൾ ഏതൊക്കെയാണ്? വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. നമുക്കറിയാവുന്നതാണ്. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ഉപദിക്കുകൾ ഏതൊക്കെയാണ്? വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്. ഇതാണ് ഉപദിക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ദിക്കുകൾ എങ്ങനെ കണ്ടെത്തുന്നത്? സൂര്യൻ ഉദിക്കുന്ന ദിശയാണ് കിഴക്കായി കണക്കാക്കുന്നത്. സൂര്യൻ ഉദിക്കുന്ന ദിശയാണ് നമ്മൾ കിഴക്കായി കണക്കാക്കുന്നത്. നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്നത് കാര്യമാണ് എന്ത്? സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്നവർ പറഞ്ഞ കാര്യം. അപ്പോൾ സൂര്യൻ ഉദിക്കുന്ന ദിശ ഏതാണ്? കിഴക്കാണ്. അസ്തമിക്കുന്നത് പടിഞ്ഞാറ്. സൂര്യൻ അസ്തമിക്കുന്നത് പടിഞ്ഞാറ്. സൂര്യന് അഭിമുഖമായി കിഴക്ക് ദിശയിൽ നിൽക്കുന്ന ഒരാളുടെ വലത് കൈ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? തെക്ക് ഭാഗത്തെയും ഇടത് കൈ വടക്ക് ഭാഗത്തെയും സൂചിപ്പിക്കുന്നു. സൂര്യന് അഭിമുഖമായി നിൽക്കുന്ന ഒരാളുടെ വലത് കൈ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? തെക്ക് ദിശയെയും. ഇടത് കൈ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വടക്ക് ദിശയുമാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, വടക്ക് നോക്കി യന്ത്രം മാഗ്നറ്റിക് കോമ്പസ് എന്തിനാണ്? ദിശ അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം. ദിശ അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം. എന്താണ് മാഗ്നറ്റിക് കോമ്പസ്? എന്തിനാണ് ഉപയോഗിക്കുന്നത്? ദിശ അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം വടക്ക് നോക്കി യന്ത്രം. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി സ്വതന്ത്രമായി ചലിക്കുന്ന ഒരു കാന്തസൂചി എപ്പോഴും തെക്ക് വടക്ക് ദിശയിലായിരിക്കും. ഏത് ദിശയിലായിരിക്കും? തെക്ക് വടക്ക് ദിശയിലായിരിക്കും. സ്വതന്ത്രമായി ചലിക്കുന്ന ഒരു കാന്തസൂചി എപ്പോഴും തെക്ക് വടക്ക് ദിശയിലായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. സൂചിയിലെ അടയാളപ്പെടുത്തിയ അഗ്രം വടക്ക് ദിശയെ സൂചിപ്പിക്കുന്നു. ആ സൂചിയിലെ അടയാളപ്പെടുത്തിയ അഗ്രം വടക്ക് ദിശയാണ് സൂചിപ്പിക്കുന്നത്. പണ്ട് നാവികർ സമുദ്രയാത്രകളിൽ ദിശ അറിയാനാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. ഏതാണ്? വടക്ക് നോക്കി യന്ത്രം. ഏത് ദിശയിലാണ് കിടക്കുന്നത്? തെക്ക് വടക്ക് ദിശയിലാണ്. ഓക്കെ, ഇനി നോക്കിയേ, ഭൂപടവും അനുബന്ധ വിവരങ്ങളും. ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ പകർത്തി വരയ്ക്കുന്നതിന് എന്തെന്ന് പറയുന്നു? ഭൂപടം അഥവാ മാപ്പ് എന്ന് പറയുന്നു. ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ പകർത്തി വരയ്ക്കുന്നതിന് എന്തെന്ന് പറയുന്നു? ഭൂപടം എന്ന് വിളിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തത് ഭൂപടശാസ്ത്രം, കാർട്ടോഗ്രഫി. എന്താണ്? ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിനെ കുറിച്ചുള്ള പഠനശാഖ. എന്താണ്? ഭൂപടശാസ്ത്രം, കാർട്ടോഗ്രാഫി. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിനെ കുറിച്ചുള്ള പഠനശാഖ കാർട്ടോഗ്രാഫി. എന്താണ് കാർട്ടോഗ്രാഫർ? ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളിനെയാണ് കാർട്ടോഗ്രാഫർ എന്ന് വിളിക്കുന്നത്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളിനെ കാർട്ടോഗ്രാഫർ എന്ന് വിളിക്കുന്നു. കാർട്ടോഗ്രഫി എന്ന പദം ഫ്രഞ്ച് പദങ്ങളായ കാർട്ടെ ഭൂപടം, ഗ്രാഫിക്സ് വരയ്ക്കുക എന്നിവയിൽ നിന്നാണ് ഉണ്ടായത്. ഏത് പദത്തിൽ നിന്നാണ്? ഫ്രഞ്ച് പദങ്ങളായ കാർട്ടെ, ഗ്രാഫിക്സ് എന്നിവയിൽ നിന്നാണ് ഉണ്ടായത്. കാർട്ടെ ഭൂപടം, ഗ്രാഫിക്സ് വരയ്ക്കുക എന്നിവയിൽ നിന്നാണ് കാർട്ടോഗ്രഫി എന്ന ഫ്രഞ്ച് പദം ഉണ്ടായത്. ഇന്ത്യയിലെ ഭൂപട നിർമ്മാണം. ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനുമുള്ള കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനുമുള്ള കേന്ദ്ര സർക്കാർ ഏജൻസി ഏതാണ്? സർവേ ഓഫ് ഇന്ത്യ. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂണിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ആണ്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ. സർവേ ഓഫ് ഇന്ത്യ ഡെറാഡൂൺ, ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ. ഇതൊക്കെ ഭൂപടത്തിലെ ദിക്കുകൾ. ഭൂപടത്തിൻ്റെ മുകൾ ഭാഗം വടക്ക് ദിശയാണ് സൂചിപ്പിക്കുന്നത്. താഴ്ഭാഗമോ തെക്ക് ദിശയെ സൂചിപ്പിക്കുന്നു. ഭൂപടത്തിൻ്റെ വലത് ഭാഗം പടിഞ്ഞാറ് ദിശയെയും ഭൂപടത്തിൻ്റെ ഇടത് ഭാഗം കിഴക്ക് ദിശയുമാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഭൂപടങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട അവശ്യ ഘടകങ്ങൾ ഏതൊക്കെയാണ്? തലക്കെട്ട്, തോത്, ദിശ, സൂചിക, അംഗീകൃത ചിഹ്നങ്ങളും നിറങ്ങളും, അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം. ഇവയൊക്കെയാണ് ഭൂപടങ്ങളിൽ ആവശ്യമായി ഉണ്ടായിരിക്കുന്ന ഘടകങ്ങൾ. ഏതൊക്കെയാണ്? തലക്കെട്ട് വേണം,
തോത്, ദിശ, സൂചിക, അംഗീകൃത ചിഹ്നങ്ങളും നിറങ്ങളും, അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രദേശങ്ങൾ ഏതെന്നും ഭൂപടത്തിൻ്റെ ഉള്ളടക്കം എന്തെന്നും സൂചിപ്പിക്കുന്നത് എന്താണ്? തലക്കെട്ടാണ്. എന്താണ്? ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രദേശങ്ങൾ ഏതെന്നും ഭൂപടത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്നും സൂചിപ്പിക്കുന്നതാണ് ഭൂപടത്തിൻ്റെ തലക്കെട്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂപടത്തിലെ നിറങ്ങളും ചിഹ്നങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് സൂചിക എന്ന് പറയുന്നത്. ഭൂപടത്തിലെ നിറങ്ങളും ചിഹ്നങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് സൂചിക. ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ആനുപാതിക അകലം അറിയപ്പെടുന്നത് എന്താണ്? തോത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ആനുപാതിക അകലം അറിയപ്പെടുന്നത് എന്താണ്? തോത്. ഇനി കേരളത്തിൻ്റെ കുറച്ച് അടിസ്ഥാന വസ്തുക്കൾ നമുക്ക് നോക്കാം. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡ്. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല ഏതാണ്? വയനാട്. കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണ്? 44. കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 3. കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ ഇവയാണ് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 3. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. ഇനി ഭാരതപ്പുഴ ഒഴുകുന്ന ദിശ ഏതാണ്? കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് ഭാരതപ്പുഴ ഒഴുകുന്ന ദിശ. ഇമ്പോർട്ടൻ്റ് ആണ്. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് ഭാരതപ്പുഴ ഒഴുകുന്ന ദിശ. അടുത്തത്, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള റെയിൽപാതകളുടെ ദിശ ഏതാണ്? വടക്ക് നിന്ന് തെക്കോട്ട്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള റെയിൽപാതകളുടെ ദിശ ഏതാണ്? വടക്ക് നിന്ന് തെക്കോട്ട്. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് നോക്കാം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് ഏതാണ്? മഞ്ചേശ്വരം. വടക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം. ഇമ്പോർട്ടൻ്റ് ആണ്. തെക്കേ അറ്റത്തുള്ളതോ? പാറശാല. തെക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് പാറശാല. വടക്ക് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത്, തെക്ക് പാറശാല ഗ്രാമപഞ്ചായത്ത്. വടക്കേ അറ്റത്തുള്ള വില്ലേജ് ഏതാണ്? തലപ്പാടി. വടക്കേ അറ്റത്തുള്ള വില്ലേജ് തലപ്പാടി. തെക്കേ അറ്റത്തുള്ള വില്ലേജ് ഏതാണ്? കളിയിക്കാവിള. തെക്കേ അറ്റത്തുള്ള വില്ലേജ് കളിയിക്കാവിള. വടക്കേ അറ്റത്തുള്ള വില്ലേജ് ഏതാണ്? തലപ്പാടി. തെക്കേ അറ്റത്തുള്ള വില്ലേജ് കളിയിക്കാവിള. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള താലൂക്ക് ഏതാണ്? മഞ്ചേശ്വരം താലൂക്ക്. വടക്കേ അറ്റത്തുള്ള താലൂക്ക് മഞ്ചേശ്വരം താലൂക്ക്. തെക്കേ അറ്റത്തുള്ള താലൂക്ക് ഏതാണ്? നെയ്യാറ്റിൻകര താലൂക്കാണ്. തെക്കേ അറ്റത്തുള്ള താലൂക്ക് നെയ്യാറ്റിൻകര താലൂക്ക്. ഇനി കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? നെയ്യാർ. തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ. ഇനി കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? തമിഴ്നാടും കർണാടകയും. കേരളത്തിൻ്റെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കർണാടക. വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. തെക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്നതോ? തമിഴ്നാട്. തെക്ക് കിഴക്ക് തമിഴ്നാട്. കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ ഏതാണ്? അറബിക്കടൽ. കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ ഏതാണ്? അറബിക്കടൽ. അപ്പോൾ കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന മലനിരകൾ ഏതാണ്? പശ്ചിമഘട്ടം. കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന മലനിരകൾ പശ്ചിമഘട്ടം. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ. ചെറിയൊരു ചാപ്റ്ററാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ചോദ്യങ്ങൾ ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പോയിൻറ്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് പഠിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.